ഓണത്തെ വരവേൽക്കുവാനായി CDSന്റെ നേതൃത്വത്തിൽ JLG ഗ്രൂപ്പുകൾ NRGC തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ തരിശു ഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ തരിശു നിലങ്ങൾ വൃത്തിയാക്കി പൂക്കൃഷി തുടങ്ങി ആദ്യത്തെ വിളവെടുപ്പാണ്. 3 വർഷമായി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായിട്ട് ഈ പദ്ധതി നടന്നു വരുന്നുണ്ട്. കർഷകർക്ക് അനുയോജ്യമായ രീതിയിലുള്ള വിള കിട്ടുകയും ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വർഷം 1-ാം വാർഡിലാണ്, 4-ാം വാർഡിൻ്റെ കൃഷി സ്ഥലത്ത് 1-ാം വാർഡിൻ്റെ JLG ഗ്രൂപ്പ്, ഹരിത JLG ഗ്രൂപ്പിൻ്റെ പൂക്കൃഷിയുടെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിച്ചത്. നമ്മുടെ ഓണവിപണി ലക്ഷ്യമിട്ട് നമ്മുടെ 1-ാം വാർഡിലെ ഹരിത JLG ഗ്രൂപ്പുകാർ പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് ഉദ്ഘാടന കർമ്മമാണ് നടന്നത്. അവരുടെ തന്നെ പാവയ്ക്ക, മറ്റ് കൂർക്ക പോലുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് വരും ആഴ്ചകളിൽ നടക്കുന്നതാണ്. കാരണം ഇത് 1-ാം വാർഡിലെ JLG ഗ്രൂപ്പുകാർ, അതായത് ഈ അടച്ചു പിടിച്ച മഴയത്തും ഇത്രയും കഷ്ടപ്പെട്ട് കാട് കയറി കിടന്ന സ്ഥലം NRGS വെച്ച് കൃഷിയോഗ്യമാക്കി, ഇത്രയും കാടെല്ലാം വെട്ടിത്തെളിച്ച് ഇത്രയും പൂവെല്ലാം ഈ അടച്ചു പിടിച്ച മഴയ്ക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്ത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത്. അതിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൃഷി ഓഫീസർ സന്ദീപ് കുമാർ KS ഇത് സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം വെൺമണി ഗ്രാമപഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്ത ആഭിമുഖ്യത്തിൽ തരിശുരഹിതമാക്കിക്കൊണ്ട് പൂക്കൃഷി ചെയ്തതാണ് ഇത് നമുക്ക് കാണാൻ കഴിയും. ഇത് ശരിക്കും ഓണം വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് ഏകദേശം ഓണം അടുക്കാറാകുമ്പോൾ വിളവെടുക്കുന്ന രീതിയിൽ ചെണ്ടുമല്ലിപ്പൂ നട്ട് ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. വെൺമണി 1-ാം വാർഡിലെ ഹരിത JLG ഗ്രൂപ്പാണ് ഈ കൃഷി ചെയ്യുന്നത്. ഞാൻ സുധർമ്മ, വെൺമണി കുടുംബശ്രീ CDS ചെയർപേഴ്സണാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാന മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഓണം കുടുംബശ്രീയോടൊപ്പം എന്നുള്ള നിർദ്ദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓണക്കനി, നിറപ്പൊലിമ എന്നീ 2 പദ്ധതികളാണ് ഇത്തവണ സംസ്ഥാന മിഷൻ കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന 2 പദ്ധതികൾ. ഇപ്പോൾ ഓണക്കനി എന്ന് പറയുമ്പോൾ പൂക്കൃഷിയും നിറപ്പൊലിമ പച്ചക്കറി കൃഷിയുമാണ് ഉദ്ദേശിക്കുന്നത്. പൂക്കൃഷിയുടെ ഭാഗമായിട്ട് ഇവിടെ 1-ാം വാർഡ് JLG രൂപീകരിച്ച് കൃഷിഭവനും പഞ്ചായത്ത് NRGSും കൂടെ സംയുക്തമായി നടപ്പാക്കുന്നൊരു പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇത്രയും 1-ാം വാർഡ് JLG രൂപീകരിച്ചു ഈ പൂക്കൃഷിക്ക് നിർദ്ദേശം കൊടുത്തു. ഇങ്ങനെ ഈ പൂക്കൃഷി തന്നെ പല വാർഡുകളും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പച്ചക്കറിയും. ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ പച്ചക്കറി വിപുലമായ രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വിവിധ വാർഡുകളിൽ നമ്മൾ പൂക്കൃഷി ചെയ്യുന്നുണ്ട്. നല്ല JLG ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീകൾക്കും വളരെ ഗുണകരമായ ഒരു രീതിയിലാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന മിഷൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്ത് വെൺമണി CDS. നമസ്കാരം, എൻ്റെ പേര് ജെറീന. വെൺമണി ഗ്രാമപഞ്ചായത്തിൽ അഗ്രി CRP ആയിട്ട് കുടുംബശ്രീ മിഷനിൽ വർക്ക് ചെയ്യുകയാണ്. നമ്മളിപ്പം ഓണം ലക്ഷ്യമിട്ട് നിറപ്പൊലിമ കുടുംബശ്രീ പദ്ധതി പ്രകാരം കാട് പിടിച്ച കിടന്ന സ്ഥലത്ത് ബന്ദിപ്പൂവിൻ്റെ തൈ നമ്മൾ ഇറക്കി കൊടുത്ത് അവർ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ ഒരു 200 മൂട് തൈ വെച്ച് കൃഷി ചെയ്തതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഈ ഫീൽഡ് സന്ദർശിക്കുകയും നല്ല രീതിയിലുള്ള പരിചരണം, കൃത്യസമയത്ത് വളവും കൊടുത്ത് നല്ല രീതിയിലുള്ള പരിചരണം കൊടുത്താണ് ഇത്രയും മനോഹരമായൊരു ബന്ദിത്തോട്ടം ആക്കിയെടുത്തിരിക്കുന്നത്. വിവിധ വാർഡുകളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കൃഷി ചെയ്തു പോകുന്നു. ഇവിടെ നിലവിൽ ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗമായ ചീവക്കിഴങ്ങ്, ഇഞ്ചി, മധുരക്കിഴങ്ങ്, അങ്ങനെ വിവിധ കൃഷികളുണ്ട്. വാഴ, കപ്പ, അങ്ങനെ പലവിധമായ കൃഷികളുണ്ട്. ഈ ഒരു മഴ ഇങ്ങനെ അടച്ചു പിടിച്ച് പെയ്യുന്ന സമയത്തും ഇത്രയും മനോഹരമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ചേച്ചിമാർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ബന്ദിപ്പൂ ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ഓണത്തിന് ഇവരെ വാങ്ങിച്ച് സഹായിക്കുകയും കൂടി ചെയ്യണം. വിവിധ വാർഡുകളിലുണ്ട്.